കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ കണ്ണൂരിലെ കെ സുധാകരന്റെ വീട്ടിലെത്തി നേതാക്കൾ. ഡിസിസി ജനറൽ സെക്രട്ടറി VR ഭാസ്കർ, കൂടാളി മണ്ഡലം പ്രസിഡന്റ് ശ്രീപ്രസാദ് എന്നിവരാണ് എത്തിയത്. എന്നാൽ സാധാരണ സന്ദർശനം മാത്രം എന്നാണ് നേതാക്കൾ പറയുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കെ സുധാകരനെ കാണാൻ വേണ്ടി വരുന്നതാണ്. സാധാരണ വരുന്ന രീതിയിൽ വന്ന് കണ്ടു പോകാൻ വേണ്ടി വരുന്നത്. ഒരാവശ്യമില്ല. ഒരു ഗ്രൂപ്പ് യോഗവും ഇവിടെ നടക്കുന്നില്ല. സുധാകരനിടയ്ക്ക് ഇപ്പൊ സാധാരണ ആളുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മളും വന്നതാണ്. സ്ഥിരമായിട്ട് നമ്മളെ MP കാണാൻ വരും. അത് ഇന്ന് തുടങ്ങിയല്ല. കെ സുധാകരന്റെ ഒന്നിച്ചുള്ളവര്. ഓ അതെ 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 ആ അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ MP അല്ലേ, MP കാണാൻ വരുന്നതാണ്. സമീർ സി മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സമീർ, KC വേണുഗോപാലിന് പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണ നൽകിയ ആളാണ് കെ സുധാകരൻ. മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിപ്പിച്ചിട്ടുണ്ട്. അന്തിമ തീരുമാനം മുഖ്യമന്ത്രി കാര്യത്തിലായിട്ടില്ല. ഇതിനിടയിലാണ് കെ സുധാകരനെ നേതാക്കൾ വീട്ടിലെത്തി കാണുന്നത്. ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമാണോ, അതിലപ്പുറം എന്തുണ്ടെന്നാണ് കരുതേണ്ടത്? ജിന, മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നീളുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കെ സുധാകരൻ MP ഉൾപ്പെടെയുള്ളവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കെ സുധാകരൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഒരു യോഗം 5 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ആ യോഗം പിന്നീട് മാറ്റിവെച്ചു. അങ്ങനെ ഒരു യോഗം മാറ്റിവെക്കാനിടയായ സാഹചര്യം ഡൽഹിയിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചതും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വിശദീകരിക്കാം എന്നുള്ളത് കൊണ്ടുമാണ്. അതിനിടയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഇന്ന് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അത് ആവർത്തിക്കും എന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ ചേർന്ന് നിൽക്കുന്നവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു തരത്തിലുള്ള അന്വേഷണ സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്, ഫ്ലെക്സ് വെക്കലും അതുപോലെ മുദ്രാവാക്യം മൊഴികളൊന്നും തന്നെ KC വേണുഗോപാലിനെതിരെയോ കെ സുധാകരനെതിരെയോ ഉണ്ടാകരുത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു അനുനയ ശ്രമങ്ങളുമായി അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഇന്ന് 5 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരണം എന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഡൽഹിയിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ച ഒരു സാഹചര്യത്തിൽ പിന്നീട് ആ യോഗം മാറ്റിവെച്ചു. എന്നാൽ ഏതാനും പേർ അദ്ദേഹത്തെ കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഏതാനും പേരാണ് അദ്ദേഹത്തെ എത്തിയിട്ടുള്ളത്. അവരെല്ലാം പറയുന്നത് ഇതൊരു മറ്റു തരത്തിലുള്ള ചർച്ചകളോ യോഗങ്ങളോ ഒന്നും തന്നെയല്ല, ഇതൊരു ഗ്രൂപ്പ് യോഗമോ അല്ല. സാധാരണ MP വീട്ടിൽ വരുന്ന വേളയിൽ അദ്ദേഹത്തെ കാണാൻ തങ്ങളെല്ലാം വരെ എത്താറുണ്ട്. ആ വിധത്തിലാണ് ഇന്നത്തെ ഈ വരവ് എന്ന കാര്യമാണ് അവർ വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലിനെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡൽഹിയിൽ എത്തുമ്പോഴും ആ ഒരു നിലപാട് തന്നെ ആവർത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കെ സുധാകരന്റെ ഒരു തീരുമാനം. ഇന്ന് രാത്രി 10:30-ക്കാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ്. ഡൽഹിയിലെത്തുകയും അദ്ദേഹം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആ ഒരു നിലപാട് ആവർത്തിക്കുകയും ചെയ്യും. അതിനിടയിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഔദ്യോഗികമായിട്ടുള്ള യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഏതാനും നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കാണുന്നുണ്ട്, അവരുടെ നിലപാട് അറിയിക്കുന്നുണ്ട്. പ്രധാനമായും DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 3 പേരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മറ്റാരെങ്കിലും എത്തുമോ എന്നുള്ളതും വരും മണിക്കൂറുകൾ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഔദ്യോഗിക യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കാണാൻ ഏതാനും പേർ ഇവിടെ എത്തുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളെ കാണാൻ താൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ MP വ്യക്തമാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഏതാനും പേർ അദ്ദേഹത്തെ കാണാൻ എത്തുന്നു എന്നുള്ള ഒരു കൗതുകവും അതുപോലെ തന്നെ ഏതൊക്കെ നിലപാടുകളായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള ആ ഒരു ജിജ്ഞാസയും എവർക്കുമുണ്ട്. അവരുടെ പ്രതികരണം കൂടി ഈ കാണാൻ കയറിയ ആളുകളുടെ പ്രതികരണം നമുക്ക് ലഭിച്ചു. ഒരുപക്ഷെ അവർ തിരിച്ചിറങ്ങുമ്പോഴും. ശരി സമീർ, ഏതായാലും കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടത്. ഇതൊരു സാധാരണമായി ഞങ്ങൾ MP കാണാൻ പോകാറുണ്ട്, അത്തരത്തിലൊരു കൂടിക്കാഴ്ച മാത്രമാണെന്നാണ് നേതാക്കൾ മാധ്യമങ്ങളോട് പറയുന്നത്. സമീർ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.